മൈൻഡ് വാച്ചിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരീക്ഷ അടുത്തിരിക്കുന്ന ഈ സമയത്ത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ളതാണ് ഇന്നത്തെ മൈൻഡ് വാച്ച്. എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം, എങ്ങനെ പഠിക്കണം, പരീക്ഷാ ഭയം എങ്ങനെ മാറ്റണം, ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷാണ്. പ്രേക്ഷകർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാം. അതിനെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, പ്രധാനമായിട്ട് ഇപ്പോൾ കുട്ടികൾ എക്സാമിൻ്റെ ഒരു എഡ്ജിൽ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഭയം, ആങ്സൈറ്റി, ജയിക്കുമോ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ സ്വാതി പറഞ്ഞത് വളരെ വളരെ സത്യമാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പരീക്ഷാകാലം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും വല്ലാത്തൊരു പിരിമുറുക്കത്തിൻ്റെ കാലഘട്ടമാണ്. സ്വാതി ശ്രദ്ധിച്ചിരിക്കും, മിക്കവാറും ഗവൺമെൻറ് ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ലീവ് എടുക്കുന്ന ഒരു സമയം പരീക്ഷാകാലത്താണ്. അപ്പോൾ ഇവർ ലീവ് എടുക്കുന്നതനുസരിച്ച് കുട്ടികളുടെ ആങ്സൈറ്റി കൂടുകയാണ്. കാരണം വീട്ടിൽ എങ്ങനെയെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല വിചാരിക്കും. പക്ഷേ ലീവ് കിട്ടിയ ശേഷം മെഡിക്കലോ കാഷ്വലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലീവ് എടുത്തിട്ട് കുട്ടികൾ അവിടെ കൂടുന്നതൊക്കെ കാണിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എക്സാംസ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്ന, വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. വെരി ട്രൂ. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സുനാമിയിലെത്തുക എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാംസും അതുപോലെ എൻട്രൻസ് എക്സാമിനേഷൻസും ബോർഡ് എക്സാംസും സാധാരണഗതിയിൽ ഒരു 13-14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 18-19 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രായത്തിൽ മിക്കവാറും പേര് ഇത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അനുഭവിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ആസ്പെക്ട്സ് നമ്മൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരും. ഒന്ന്, ഹൗ ബെസ്റ്റ് ദാറ്റ് യു ക്യാൻ പ്രിപ്പയർ ഫോർ ദ എക്സാമിനേഷൻ. പരീക്ഷയ്ക്ക് എത്ര ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യാം, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഹൗ ടു ബീറ്റ് എക്സാം ആങ്സൈറ്റി. പരീക്ഷാ ഭയം അല്ലെങ്കിൽ പരീക്ഷ പേടിയെ നമുക്ക് എങ്ങനെ നേരിടാം. ഈ രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്. കാരണം ഒരു കുട്ടിക്ക് തീരെ സ്ട്രെസ് ഇല്ലെന്ന് കരുതിക്കുള്ളൂ, അതിൻ്റെ പെർഫോമൻസ് വളരെ ഡൗൺ ആയിരിക്കും. അതേസമയം ഒരു കുട്ടിക്ക് ഒരു ഓപ്റ്റിമൽ സ്ട്രെസ് ഉണ്ടെന്ന് കരുതിക്കുള്ളൂ, പെർഫോമൻസ് പീക്കിലെത്തും. മറുഭാഗം സ്ട്രെസ് വളരെ കൂടുന്നെന്ന് കരുതിക്കുള്ളൂ, പെർഫോമൻസ് വീണ്ടും താഴേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെർഫോമൻസും ആങ്സൈറ്റിയും തമ്മിലും ബന്ധമുണ്ട്. നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കേണ്ടത്, എക്സാം പ്രിപ്പറേഷനും പെർഫോമൻസും, ഹൗ ടു ഇംപ്രൂവ് ഇറ്റ്. മറ്റൊന്ന് ആങ്സൈറ്റി എങ്ങനെ മാനേജ് ചെയ്യും. അപ്പോൾ എക്സാമിനേഷൻ്റെ ഫലം അല്ലെങ്കിൽ ഒരു പരീക്ഷാ ഫലം നന്നാക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ കുറുക്ക് വഴികളില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. ഒരു സാധാരണ മനഃശാസ്ത്രത്തിൻ്റെ പൊടിക്കൈകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു പൊടിക്കൈ ഇല്ല. ഹാർഡ് വർക്ക് തന്നെയാണ്. ബട്ട് ദെൻ ഹാർഡ് വർക്ക് ഇൻ എ സിസ്റ്റമാറ്റിക് ഫാഷൻ. ഈ സിസ്റ്റമാറ്റിക് വേ ഹൗ ടു ഡു ദ ഹാർഡ് വർക്ക്, ഒരുപക്ഷെ അതാണ് പൊടിക്കൈ. അല്ലാതെ ഒരു കുറുക്ക് വഴി, മനഃശാസ്ത്രത്തിൻ്റെ കുറുക്ക് വഴികൾ പലപ്പോഴും ഞാൻ പല സെമിനാറുകൾ കണ്ടിട്ടുണ്ട്. മനഃശാസ്ത്രത്തിൻ്റെ കുറുക്ക്, അതൊക്കെ ഒരുതരം ഉടായ്പെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു ഉടായ്പില്ല. ബട്ട് ദെൻ വാട്ട് ഈസ് പോസിബിൾ, ഹൗ ടു പ്രിപ്പയർ സിസ്റ്റമാറ്റിക്. ആ സിസ്റ്റമാറ്റിക് എന്ന ആസ്പെക്ട്സിനകത്ത് ബിഹേവിയറൽ സയൻസിന് പലപ്പോഴും സംഭാവന നൽകുവാൻ സാധിക്കും എന്നൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം, പഠനവും ചിട്ട വേണം എന്നുള്ളതാണ്. ചിട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ചിട്ട വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യൻ കണ്ടീഷണബിളാണ്. നമ്മളൊക്കെ വി ആർ ആൾ കണ്ടീഷൻ. നമുക്കറിയാം, വൈകുന്നേരം 5 മണിക്ക് ചായ കുടിക്കുന്ന ഒരു വ്യക്തിക്ക് 5 മണിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ തലവേദന വരുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ടോയ്ലറ്റിൽ പോകുന്ന വ്യക്തി 6 മണിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അവന് പ്രാണവെപ്രാളമാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളാണ്. ബട്ട് ദെൻ ഇറ്റ് അഫക്ട്സ് ദം, വിച്ച് മീൻസ് നമ്മുടെ ഹ്യൂമൻ സിസ്റ്റം എന്ന് പറയുന്നത് ഹൈലി കണ്ടീഷണബിളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വർക്കുകളും, പഠനം ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്, ഒരു ഹയർ മെൻ്റൽ ഫങ്ഷൻ്റെ ആക്ടിവിറ്റിയാണ്. അത്തരം കാര്യങ്ങൾക്കും ഹൈലി കണ്ടീഷണബിൾ ആയതുകൊണ്ട് തന്നെയാണ് ഒരു ഷെഡ്യൂളിംഗ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പഠനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമയച്ചിട്ടയാണ്. അപ്പോൾ സമയച്ചിട്ടയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ മനസ്സിൽ വരും. എനിക്ക് തോന്നുന്നു, ഇപ്പോൾ സ്വാതി പഠിക്കുന്ന സമയം എപ്പോഴാണ് പഠിക്കുന്ന സമയം? കൂടുതലും കോളേജൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊരു 7 to 9, 10 വരെ ആയിരിക്കും. രാവിലെ എണീക്കുന്നത് ഒരു 5:30-6 മണി. ഓക്കെ. അപ്പം പൊതുവേ ഈ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ്റെ ഒരു ബയോറിഥം അനുസരിച്ച്, സിർക്കാഡിയൽ റിഥം അനുസരിച്ച് 2 നിലയ്ക്കുള്ള ബ്രെയിൻസ് ഉണ്ടെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധന്മാരുടെ അഭിപ്രായം. നമ്മൾ ഒന്ന് പറയും, പിന്നെ മൂങ്ങേൻ്റെ തലയുള്ള കുട്ടി, മറ്റൊന്ന് രാപ്പാടിൻ്റെ തലയുള്ള കുട്ടി. മൂങ്ങേൻ്റെ തലയുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ദേ ക്യാൻ സേ ലൈക്ക് അവർ പഠിക്കാൻ പോകുന്ന 7 മണിക്ക് 8 മണിക്കോ വൈകുന്നേരം ആയിരിക്കും. ബട്ട് ദെൻ ദേ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. 9, 10, 11, 12, 1, 2 ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും ഉള്ള ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നില്ല. They don't get sleep. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു ആ സമയത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ മൂങ്ങേൻ്റെ സ്വഭാവമുള്ള ഔൾസ് പേഴ്സണാലിറ്റി എന്ന് വിളിക്കും. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ, ഈ സ്വഭാവമുള്ള കുട്ടികളെ
വീട്ടുകാർക്ക് ധാരണ ഉണ്ടെന്ന് കരുതുക, മകൻ രാവിലെ എണീറ്റ് പഠിക്കുന്നതാണ് നല്ലത് എന്നൊരു ധാരണ എന്ന് കരുതിയ ശേഷം രാവിലെ പഠിക്കാൻ വേണ്ടി ഇവനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യം പോക്കാണ്, നടക്കത്തില്ല, ഒരു ഗുണം ഉണ്ടാവില്ല. അവന് ഉറക്കം തൂങ്ങി രാവിലെ എണീറ്റിട്ട് അന്ന് രാത്രിയും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി സർവ്വതും ഈ മേ സ്പോയിൽ ദ എൻ്റയർ അറ്റ്മോസ്ഫിയർ, ആകെ പ്രശ്നം. അപ്പം അവൻ്റെ ഒരു പേഴ്സണാലിറ്റി അനുസരിച്ച് അവനൊരു ഓൾ പേഴ്സണാലിറ്റി ആണോ എന്ന് നോക്കേണ്ടത് രക്ഷാതാക്കൾക്ക് സഹായിക്കാം. ഒരു 3-4 ദിവസം നോക്കുമ്പോൾ അറിയാൻ പറ്റും ട്രെയിൻ ആൻഡ് എറർ അനുസരിച്ച് രാത്രി ഇരിക്കാൻ അവന് സൗകര്യമുള്ള പേഴ്സണാലിറ്റി ആണോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രി ലേറ്റ് അവേഴ്സ് വരെ പഠിക്കാനുള്ളൊരു ടൈം കൊടുക്കാം. നമ്പർ 1. ചില കുട്ടികൾക്ക് രാത്രി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർ നമ്മൾ സ്കൈലാർക്ക് പേഴ്സണാലിറ്റി എന്ന് പറയും. അതിരാവിലെ എണീറ്റിട്ട് പാട്ട് പാടിക്കൊണ്ട് പറന്നു പോകുന്ന സ്കൈലാർക്കിനെ പോലെ രാവിലെ എണീറ്റ് പഠിക്കാൻ വേണ്ടി ദേ ക്യാൻ ഗെറ്റ് അപ്പ് അറ്റ് 3 o'clock. നമുക്ക് അത്ഭുതം തോന്നും. പക്ഷെ അവർക്ക് 3 മണിക്ക് എണീറ്റ് പഠിക്കുമ്പോൾ ദ ഫീൽ വെരി കംഫർട്ടബിൾ. പിന്നെ അവരുടെ കോംപ്രിഹെൻഷൻ ലെവൽ വളരെ കൂടുന്നു. അപ്പോൾ അങ്ങനെ സ്വഭാവമുള്ള കുട്ടിയാണെങ്കിൽ ദേ ക്യാൻ ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ് ആൻഡ് ദേ ക്യാൻ സ്റ്റഡി വെൽ അറ്റ് ടൈം. അപ്പോൾ ആദ്യം ഇത് ഒരു ടൈം ഷെഡ്യൂൾ പഠിക്കാൻ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിലേത് സ്വഭാവക്കാരൻ അഥവാ സ്വഭാവക്കാരി എന്നുള്ള കാര്യം നിശ്ചയിച്ചിട്ടാവണം എക്സാക്ട്ലി ബാക്കി ടൈം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്നായി. എന്നിട്ട് വേറൊരു കൊച്ചു കാര്യം, ചിലപ്പോൾ നമ്മൾ പറയും, സാധാരണ നമ്മുടെ നാട്ടുകാർക്ക് പറയാറുണ്ട് ഭക്ഷണം കഴിച്ച് ഉടൻ പോയി പഠിക്കണം തള്ളിവിടും. പക്ഷെ ഭക്ഷണം കഴിച്ച് ഉടൻ പഠിക്കണം തള്ളിവിട്ട് കഴിയുന്നത് ഗുണകരമല്ല. കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ദഹനം നടക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ മയക്ക് ഉറക്കം പോലെ വരും. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നല്ലൊരു 2 ചാട്ടോ 2 ഓട്ടോ ആടെ മെഗട്ട് കയറണ്ട, അല്ലാതുള്ള പണികളൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അവൻ്റെ ഒന്ന് ഒരു ഡൈജഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബ്ലഡ് ഫ്ലോ ആ നിലയ്ക്കായി കഴിയുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും പഠനത്തിലേക്കുള്ള അവൻ്റെ ശാരീരിക അവസ്ഥ കുറച്ചുകൂടി കൺഡ്യൂസീവായിട്ട് മാറുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മൾ നിർബന്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് രക്ഷിതാക്കളാണ്, ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ, നീ നിരന്തരം ഇരുന്ന് പഠിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയാറുണ്ട്. നമ്മൾ പഴയ കോർപ്പറേഷൻ്റെ കാള പോകുന്ന പോലെ പോകണമെന്ന് പറയാറുണ്ട്. അത് ഒരു നമ്മുടെ ഉത്കണ്ഠയാണ് സത്യം പറഞ്ഞാൽ പ്രകടിപ്പിക്കുന്നത്. വളരെ പേരൻസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം അൺസയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അല്ലാത്തത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നിരന്തരം പഠിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ലേണിംഗ് വളർത്താം. അപ്പോൾ സാധാരണഗതിയിലൊരു ധാരണയുണ്ട്, ഈ പഠിക്കുക എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, അതാണ് ഏറ്റവും ഗുണകരമെന്ന ധാരണയുണ്ട്. പക്ഷേ ദാറ്റ്സ് എ വെരി റോങ് നോഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന അവസരത്തിൽ പഠനത്തിനൊരു കർവ് നമ്മൾ വരയ്ക്കുകയെന്നുണ്ടെങ്കിൽ അതൊരു ഇങ്ങനെ ഒരു ഡിസെൻഡിങ് താഴേക്ക് വരുന്ന അവസ്ഥ. ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലേറ്റോ സ്റ്റേജ് എന്ന് പറയും. ഇറ്റ് കണ്ടിന്യൂ ടു ബി ദെയർ, എഫിഷ്യൻസി കൂടുന്നില്ല. അതേസമയം മാസ്ഡ് ആയിട്ടുള്ളതിന് പകരം സ്പേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണെന്ന് കരുതുക. കുറച്ച് സമയം പഠിച്ചു, ദെൻ ദെർ ഇസ് എ ബ്രേക്ക്, വീണ്ടും പഠിക്കുന്നു, വീണ്ടും ബ്രേക്ക്. ഇറ്റ് വർക്ക്സ് വെൽ. അപ്പോൾ കുട്ടികൾക്കും കംഫർട്ടബിൾ, അവർക്കും ദേ ഫീൽ ഹാപ്പി. അതുകൊണ്ടാണ് സ്കൂളിൽ തന്നെ പിന്നെ പല ടൈം പീരീഡ്സ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് അവർ 1 hour കഴിഞ്ഞാൽ പിന്നെ ഒരു 10 minutes കഴിഞ്ഞിട്ട് അടുത്ത ആൾ വരുന്നു, പിന്നെ ഒരു ഇൻ്റർവെൽ, അവർക്ക് ദേ ക്യാൻ ഗോ ടു യൂറിനൽ, ഇങ്ങനെയൊക്കെ വയ്ക്കുന്നതിൻ്റെ പിന്നെ ഒരു റീസൺ ഈ എഫിഷ്യൻസിയുടെ പ്രശ്നമാണ്. ദാറ്റ്സ് വാട്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു 1 hour പഠിക്കുന്നിരിക്കട്ടെ, 7 മണി തൊട്ട് 8 മണി വരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 8 തൊട്ട് 8:15 മണി വരെ ഒരു ചായ കുടിക്കാം, 2 ബിസ്ക്കറ്റ് കഴിക്കാം, അല്ലെങ്കിൽ 2 ചാട്ടം ചാടാം, ഇതൊക്കെ ചെയ്യാം. വീണ്ടും 8:15 തൊട്ട് 9 മണി വരെ പഠിക്കട്ടെ, വീണ്ടും ഒരു 9 തൊട്ട് 9:15 വരെ അങ്ങനെ ആവട്ടെ, വീണ്ടും ബ്രേക്ക് എടുക്കട്ടെ, വീണ്ടും പഠിക്കട്ടെ. ഇറ്റ് ഷുഡ് ഗോ ലൈക്ക് ദാറ്റ്. പക്ഷേ ഈ പല രക്ഷിതാക്കളും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരത്തില്ല. അതൊരു പ്രശ്നമായിട്ട് പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഹാബിറ്റാക്കി അത് മാറ്റാമെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും എന്നുള്ളതാണ്. മിക്ക കുട്ടികളും ഒരു 15 minutes TV കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി ആ ഒരു പോർഷൻ കൂടെ തീരട്ടെ എന്നിട്ട് ഞാൻ പോയിരുന്നു പഠിക്കാം, നീണ്ടു പോകുന്നു. അത് TV എന്നെ കൊണ്ടുവരുന്നത് നല്ലതല്ല. ഞാൻ അതിലേക്ക് അടുത്ത് വരാൻ പോവുകയായിരുന്നു. TV കൊണ്ടുവരുന്നത്. കോളർ ഉണ്ട്, പ്രദീപാണ്, ചവറയിൽ നിന്നാണ് വിളിക്കുന്നത്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ പ്രദീപ്? എന്തോ കേൾക്കാമോ? കേൾക്കാം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ പ്രദീപ് പറയൂ. ഡോക്ടറെ, ഞാൻ വിളിച്ചത് എന്റെ മകള് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റാണ്. പ്ലീസ്. ഗവൺമെന്റ് കോളേജിൽ തന്നെ നല്ല റാങ്കോട് കൂടിയൊക്കെ പാസ്സായി കിട്ടിയ ആളാണ്. പക്ഷെ അവള് ഫുൾ ടൈം നമ്മൾ എപ്പോ നോക്കിയാലും TV കാണുക, കമ്പ്യൂട്ടറിൽ കളിക്കുക, ഇങ്ങനെയുള്ള ഒരു രീതികളല്ലാതെ പഠിക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും രസകരമായ വശം ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാം എന്നുള്ളതില് എന്തോ ഗവേഷണം ചെയ്യുന്ന ഒരു രീതിയാണ്. എന്തൊക്കെ അല്ല, എത്ര കൂടുതൽ ഉറങ്ങാൻ പറ്റുമോ അത്രയും നേരം ഉറങ്ങുന്ന ഒരു ശീലക്കാരിയും കൂടെയാണ്.
അത് രാവിലെ നമ്മൾ വിളിച്ചാൽ പോലും അവധി ദിവസങ്ങളിൽ അതെ അതെ ഉച്ചയ്ക്ക് 12 മണി വരെയോ 3 മണി വരെയോ ഒക്കെ കിടന്ന് റൈറ്റ് ഉറങ്ങുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ പ്രത്യേകം ഇതിനകത്ത് നമുക്കുള്ള കുറേ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, മകള് ഇത്രയും ഉറങ്ങുകയും ഇത്രയും കമ്പ്യൂട്ടറും ഇത്രയും ടി വിയും കഴിഞ്ഞിട്ട് നല്ല മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ മിടുക്കിയാവണം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് പരിമിതപ്പെടുത്തിയാൽ മിടുക്ക് ഇതിനേക്കാളും കൂടുതൽ വർദ്ധിക്കും. ഇത് മിടുക്കിൻ്റെ തിളക്കം വർദ്ധിക്കുന്ന കാര്യത്തിൽ ഡൗട്ടില്ല, സംശയിക്കേണ്ട. അങ്ങനെ തിളക്കം വർദ്ധിക്കാൻ വേണ്ടി പല കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, വീട്ടിൽ തന്നെ പൊതുവായി ടി വി കാണുന്ന ഒരു സംസ്കാരം ഒരുപാടുണ്ടെങ്കിൽ ചിലപ്പം ഈ പറയുന്ന മോളുടെ അമ്മ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം കൂടെ ഒരു കാണുന്ന ടി വി കാണുക, അല്ലെങ്കിൽ ഒരു സീരിയലിൻ്റെ ഒരു കഥ വന്ന് അത് ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അങ്ങനെ വരുന്ന ഒരു കൾച്ചർ നമ്മുടെ വീടിനകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ശീലത്തിലേക്ക് ഈ കുട്ടി എത്താം. നമ്പർ 1. അപ്പോൾ അത് പ്രദീപ് നോക്കേണ്ടതുണ്ട്, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടോ എന്നുള്ള കാര്യം. യു ക്യാൻ ആസ്ക് അതേഴ്സ് ആൻഡ് പ്രദീപ് ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് പലത് ഹാബിറ്റാണ്. കാരണം പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാകുന്നതല്ല. ഒരുപക്ഷെ ഈ കുട്ടിക്കാലം തൊട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പും കൊച്ചു ക്ലാസ്സുകളിലൊക്കെ തന്നെ ടി വി കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് പെർമിറ്റ് ചെയ്ത് കൊടുക്കും. കുഴപ്പമില്ല മോളെ, അമ്മയ്ക്ക് വേറെ പണിയില്ല, വൈകുന്നേരം പിന്നെ എന്തെങ്കിലും പച്ചക്കറി അരികയാണ്, മോളോടെ വന്ന് നടത്തിയിരുന്ന കുഴപ്പമില്ല കുറേ സമയം. അങ്ങനെ ഒരു ഹാബിറ്റായിട്ട് പോയി കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന എപ്പോഴാണ് ഏറ്റവും നിർണായകമായ മാർക്ക് വാങ്ങേണ്ട സമയങ്ങളിൽ കുട്ടി എത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അയ്യോ വലിയ കാര്യമാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അങ്ങനെയുള്ള ചില മാലഡാപ്റ്റീവായിട്ടുള്ള ഗുണകരമല്ലാത്ത ഹാബിറ്റുകൾ ഉണ്ടായിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരുപക്ഷെ ഈ കുട്ടി കൂടുതൽ കമ്പ്യൂട്ടറിലും പിന്നെ ടി വിയിലും സ്പെൻഡ് ചെയ്യാനുള്ള കാരണം സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും അയാൾക്ക് ബോറിംഗ് ആവാം. അപ്പോൾ പഠിക്കാനുള്ള കരിക്കുലമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റ് പ്രോജക്ട്സുകൾ ചെയ്യുന്നു. സപ്പോസ് ഒരു സെമസ്റ്റർ ബ്രേക്ക് ഉണ്ടെന്ന് കരുതുക കോളേജിൽ. ആ സെമസ്റ്റർ ബ്രേക്കുള്ള സമയത്ത് ഈ കുട്ടി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. മറ്റ് കോളേജിലെ പ്രൊഫസറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പം പലപ്പോഴും ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് തന്നെ ഒരുപാടുണ്ട്. ഈ ബിടെക് ഇപ്പോൾ സിവിലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കമ്പ്യൂട്ടർ സയൻസ് ഓൺലൈൻ കമ്മ്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ ബ്ലോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നു, കൂടുതൽ വിവരങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ പഠിക്കുന്ന കാര്യവും ലൈഫുമായിട്ടൊരു ബന്ധം കൂടും. സ്വാഭാവികമായിട്ടും താല്പര്യം ടി വിയും കമ്പ്യൂട്ടറിൽ നിന്നും മാറി പഠനത്തിന് പഠനത്തിലേക്കും കൂടുതൽ മാറും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു തരത്തിലേക്ക് ഈ കുട്ടിക്ക് ഒരു കൗൺസിലിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടോ ഗൈഡൻസോ നൽകി നമ്മളതിന് ബലം പ്രയോഗിക്കുന്നില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുന്ന വിധത്തിൽ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. ഇത്രയും മിടുക്കുള്ള കുട്ടിയുടെ കഴിവ് വീണ്ടും കൂടുതൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ ധാരണ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് മറ്റൊരു കോളർ ഉണ്ട് നമ്മളോടൊപ്പം. കൊല്ലത്ത് നിന്നും ജൂലിയറ്റ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ. കോള് കട്ടായെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ അതിനൊരു പിന്നെ ബ്രേക്ക് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആയിപ്പോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രധാന പ്രശ്നം ഇതാണ്. ഡോക്ടർ കോളർ ഉണ്ട് നമ്മളോടൊപ്പം വീണ്ടും. കൊല്ലത്ത് നിന്നും ജൂലിയറ്റ് ആണ്. ഹലോ. ഹലോ, കേൾക്കാമോ? ആണാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ജൂലിയറ്റ്, പറയൂ. എന്റെ മോൻ +2 പഠിക്കുവാണേ. പിന്നെ ഇപ്പൊ നല്ലോണം പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഇപ്പൊ അവന് പഠിക്കാനായിട്ട് ഇരുന്ന ഉറക്കവും ഭയങ്കര ക്ഷീണവുമാണ്. എപ്പോ ഇരുന്നാലും പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകുകയോ ചെയ്യണം. പഠിക്കാനൊക്കെ മിടുക്കനാ, പക്ഷെ ഈ ഉറങ്ങുന്ന കാരണം +2 ആയതുകൊണ്ടും ഒരു +2 ഉറങ്ങി പോകുമെന്നൊരു പേടിയുണ്ടാവും. ക്ഷീണമാണ്, ഉറങ്ങി പോവല്ല. ഇച്ചിരി നേരം കഴിഞ്ഞ് പഠിക്കാനായിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞ് ജൂലിയറ്റിനോട് ഒന്നും ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഈ +2 ആയ ശേഷം ട്യൂഷന്റെ ഒക്കെ എണ്ണം വളരെ കൂടുക, അങ്ങനെ ട്യൂഷനൊന്നും മോൻ പോകുന്നില്ല, വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ശീലമാണ്. അത്രേ ഉള്ളൂ. അല്ല, അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ടീനേജിന്റെ ഒരു ഫേസിൽ കുട്ടികൾക്ക് പൊതുവായിട്ടൊരു ക്ഷീണം പറയുന്നത് വളരെ കൂടുതലുണ്ട്. അതൊന്ന്, നമ്പർ 1. പക്ഷെ എങ്കിലും നമുക്കതിനെ കവർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ചില ശീലങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ വെള്ളം കുടിക്കാതിരിക്കട്ടെ. ഇപ്പൊ ഈ മകൻ ഇങ്ങനെ കൂടുതൽ വെള്ളം കുടിക്കുന്നവനാണോ വെള്ളം കുടിപ്പിക്കുന്നവനാണോ? വെള്ളം കൂടുതൽ കുടിക്കത്തില്ല, വേറെ ശല്യങ്ങളൊന്നുമില്ല. അപ്പൊ വെള്ളം അവൻ സ്വയം വെള്ളം കുടിക്കാതെ വീട്ടുകാരെ വെള്ളം കുടിപ്പിക്കുകയാണ്. അപ്പൊ ആ ശീലം മാറ്റണം. അവൻ കൂടുതൽ വെള്ളം കുടിക്കണം, നിങ്ങളെ കുടിപ്പിക്കാൻ അനുവദിക്കരുത്. സോ ദാറ്റ്സ് വൺ തിങ്. കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണം പറയും. പിന്നെ ഈ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. പച്ചക്കറികളൊന്നും കഴിക്കത്തില്ല, അവിടെയൊക്കെയാണ് പ്രശ്നം. ഇപ്പൊ കൂടുതൽ പച്ചക്കറികൾ കഴിക്കുന്നു, അത് രണ്ടാമത്തെ കാര്യം. ദിവസവും 2 പ്രാവശ്യം കുളിക്കുന്നു. രാവിലെയും കുളിക്കുന്നു, വൈകുന്നേരം സ്കൂളിൽ നിന്നിട്ട് കുളിക്കുന്നു. സോ ദാറ്റ് ഹി ഫീൽസ് ഉണ്ട് ഫ്രഷ്. അപ്പൊ ഈ പറയുന്ന ഡയറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നു. അതുപോലെ വേറൊരു പ്രധാന കാര്യം,
ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഫിസിക്കൽ എക്സർസൈസ്, ഇപ്പോൾ ഒരു ഔട്ട്ഡോർ ഗെയിം ഷട്ടിലോ ക്രിക്കറ്റോ എന്തെങ്കിലും കളിക്കുന്നുവെങ്കിൽ ആ കളി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുട്ടിയുടെ സമയം നഷ്ടമല്ല, മറിച്ച് അവൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസിയും അതോടൊപ്പം അവൻ്റെ മെൻ്റൽ എഫിഷ്യൻസി ഫോർ ലേണിങ്ങും കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് സാവധാനം ഇനിയെങ്കിലും തുടങ്ങാമെങ്കിൽ തീർച്ചയായിട്ടും ക്ഷീണം കുറയാനാണ് സാധ്യത. വിളിച്ചതിന് നന്ദി. കോൾ കട്ടായി ഡോക്ടർ. നമ്മൾ പഠിക്കുന്ന സമയം അപ്പോൾ ആ ഒരു ഇടയ്ക്കുള്ള ഈ സ്പേസിങ് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ കാണുന്നുവെങ്കിലും അവരുടെ മനസ്സിൽ വേണ്ടത് 15 മിനിറ്റ് പഠിക്കുക, 1 മണിക്കൂർ ബ്രേക്ക് എടുക്കുക, വീണ്ടും 15 മിനിറ്റ് പഠിക്കുക, 1 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, റിവേഴ്സ് ചെയ്യരുത്. അങ്ങനെ ആയിപ്പോലും. ഞാൻ പറഞ്ഞത് 1 മണിക്കൂർ പഠിക്കുക, 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. തിരിച്ച് ചിന്തിക്കുന്ന കുട്ടികൾ വിചാരിക്കും രക്ഷപ്പെട്ടു, അത് അവസാനം ഒരു പാരയായി. ഇപ്പോൾ ഇങ്ങനെയുള്ള സമയകാര്യങ്ങൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും നമ്മൾ നടപ്പിലാക്കാമെങ്കിൽ പഠനത്തിൻ്റെ എഫിഷ്യൻസിയെ കൂട്ടാൻ സഹായിക്കുന്ന ടൈം ഫാക്ടറാണിത്. ദർ ആർ മെനി ഫാക്ടേഴ്സ്. ഇതൊരു ടൈം ഫാക്ടറാണ്. അതെ ഡോക്ടർ. ഇപ്പോൾ ഒരു കോളർ വിളിച്ചിരുന്നത് പോലെ ചില കുട്ടികൾ കുറച്ച് ഗ്രാസ്പിംഗ് പവർ കൂടുതലായിരിക്കും. പഠിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ കവർ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള എൻജോയ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ളൊരു. പക്ഷെ പേരൻസ് കാണുമ്പോൾ വിചാരിക്കും അരമണിക്കൂറേ പഠിച്ചുള്ളൂ അല്ലെങ്കിൽ 1 മണിക്കൂറേ പഠിച്ചുള്ളൂ, അത് മനസ്സിലാവുന്നുണ്ടാവുമോ, മാർക്ക് കുറയുമോ എന്നൊക്കെ ഒരു ഭയം. എന്നാൽ ഈ കുട്ടിക്ക് ഗ്രാസ്പിംഗ് പവർ കൂടുതലാണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനൊരു പ്രശ്നം, അതെങ്ങനെയാണ്? അതിൽ 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും പേരൻസിന് ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാവേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഈ പഠനത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഐക്യുവിൻ്റെ കാര്യം നോക്കിയാൽ തന്നെയും നമ്മൾ ചില കുട്ടികളെ നമ്മൾ ജീനിയസ് എന്ന് വിളിക്കുന്ന കുട്ടി, ചിലർ നോർമൽ ആവറേജ് ഇൻ്റലിജൻസ്, ചില ആൾക്ക് സബ് ആവറേജ് ഇൻ്റലിജൻസ്, ചില ആൾക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ, അതിനകത്ത് പിന്നെ സിവിയർ, പ്രൊഫൗണ്ട്, അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ട്. മൈൽഡ്, മോഡറേറ്റ്. അതൊക്കെ കാണിക്കുന്നത് പഠിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ എഫിഷ്യൻസി വ്യത്യസ്തമാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്. അതുകൊണ്ട് തന്നെയാണ് 2 കുട്ടികൾക്ക് പഠിക്കാൻ ഒരേ സമയം വേണമെന്നില്ല, വ്യത്യസ്തമാകും. പക്ഷേ വീണ്ടും ഒരു പ്രധാന ഫാക്ടറുടെ പഠിക്കുന്ന കുട്ടി മനസ്സിലാക്കേണ്ടത് പഠനമെന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് മാത്രമല്ല. സപ്പോസ് ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫിസിക്സിന് അവൻ്റെ 9th ടെക്സ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട് 9th വേറെ ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ പറ്റും. യു ക്യാൻ റീഡ് ലോട്ട്സ് ഓഫ് റിസോഴ്സ് ബുക്സ്. ഈ പഠിക്കുന്ന പുസ്തകം പ്രിസ്ക്രൈബ്ഡ് സിലബസിനകത്ത് നിന്ന് എടുത്തിരിക്കുന്ന കണ്ടന്റ് ഉള്ള ഒരുപാട് റിസോഴ്സ് ബുക്സ് ഉണ്ട്, അത് വായിക്കാൻ പറ്റും. സോ ദാറ്റ് അവൻ്റെ എഫിഷ്യൻസി കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം പരിമിതി ആക്കേണ്ടതില്ലെന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. മൈൻഡ് വാച്ച് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം ഇതേ വിഷയവുമായി. അതുവരെ നന്ദി.